എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. റിവ്യൂ വീഡിയോ ഒന്നുമല്ല. ഇന്ന് നമ്മുടെ കയ്യിൽ Ather 450 ആണ് ഉള്ളത്. ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് എത്രത്തോളം സ്പീഡിൽ നമ്മുടെ ഇലക്ട്രോണിസിറ്റി ഫ്ലൈഓവർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബാംഗ്ലൂർ താമസിക്കുന്ന മലയാളീസിനൊക്കെ അറിയാം. ഇവിടെ ഒരു ഫ്ലൈഓവർ ഉണ്ട്, ഇലക്ട്രോണിസിറ്റി എന്ന് പറയുന്നത്. എലിവേറ്റഡ് ഫ്ലൈഓവേഴ്സിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളതിൽ ഇന്ത്യയിൽ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഫ്ലൈഓവറാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിസിറ്റി ഫ്ലൈഓവർ എന്ന് പറയുന്നത്. അത് ബാംഗ്ലൂരിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈഓവറാണ്. ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് ഡിസ്റ്റൻസ് ഉണ്ട്. സിൽക്ക് ബോഡിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇലക്ട്രോണിസിറ്റി വരെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് കിടക്കുന്നത്. അപ്പം എക്സാക്ട്ലി 9.9 കിലോമീറ്റേഴ്സാണ്. ഹൈദരാബാദിലുള്ള ഒരു ഫ്ലൈഓവറാണ് ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സ്കൂട്ടർ വെച്ചിട്ട് ഈ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്ര ടൈമിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് റേഞ്ച് നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കാം മാക്സിമം. ബ്ലോക്കുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് ഈ ഒരു 10 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം എടുക്കും ഈ ഒരു സ്കൂട്ടറിൽ നിന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരെയും ഞാൻ പ്രൊവോക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാനായിട്ടോ ഉള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണരുത്. ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ, അങ്ങനെ കൺസിഡർ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്പോട്ട് മോഡിലേക്ക് ഇടാം. 45 കിലോമീറ്റർ ഓടുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണി 8 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ 1.09 സ്റ്റാർട്ട് ചെയ്തേ. 1.15 നമ്മൾ റീച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ചലഞ്ച് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രീലിയൊക്കെ പോലെ നല്ല ക്യുക്കായിട്ടുള്ളൊരു പവർ തരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈഓവർ എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഫ്ലൈഓവറാണ്. വളരെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ബാംഗ്ലൂർ റൈഡേഴ്സിൻ്റെ ഒരു ഇല്ലീഗൽ റേസ് ട്രാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ആക്ച്വലി ഈ ഒരു ഫ്ലൈഓവർ. മിക്കവാറും വെളുപ്പിനെയുള്ള സമയങ്ങളിലോ രാത്രിയിലൊക്കെ ഇതിലെ സൂപ്പർ ബൈക്സുകൾ ഭയങ്കര സ്പീഡിൽ അവർ പോകുന്നത് കാണാറുണ്ട്. കാരണം അത്രയ്ക്കും ക്ലീൻ ആൻഡ് നീറ്റ് റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു റോഡിലൂടെ വണ്ടികളൊക്കെ പോകുന്നത്. 10 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ നോർമൽ റോഡുണ്ട്, പക്ഷേ അതിലൂടെ നമ്മൾ ഈ കിലോമീറ്ററുകളെല്ലാം ഓടിച്ചെത്തുമ്പം വൈകുന്നേരമാവും. അതാണ് ബാംഗ്ലൂർ ട്രാഫിക്ക്. അതിവിടെ താമസിക്കുന്ന മടിവാളയിലൊക്കെ താമസിക്കുന്ന അല്ലെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളീസിന് നല്ല രീതിയിൽ അറിയാം ഇവിടുത്തെ ട്രാഫിക്കിനെ പറ്റി. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി. സിറ്റിയിലോട്ട് കയറും തോറും ട്രാഫിക്ക് കുറഞ്ഞ് വളരെ കുറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അടുത്തൊരു കിഡ് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.